എ.ആർ. റഹ്മാന്റെ 10 മികച്ച ഗാനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എ.ആർ. റഹ്മാന്റെ ജീവിതത്തെക്കുറിച്ചും ലൈഫ് സ്റ്റോറിയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ലോക സംഗീതത്തിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന എ.ആർ. റഹ്മാനെ അറിയാത്തതായിട്ട് ആരാണ് ഉള്ളത്? പാട്ടുകൾക്ക് മനുഷ്യമനസ്സിന്റെ അവസ്ഥകളെ മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സാധാരണക്കാരനായി ജീവിച്ചിരുന്ന എ.ആർ. റഹ്മാൻ എങ്ങനെയാണ് ഇത്രയധികം പ്രശസ്തി അല്ലെങ്കിൽ ഇത്രയധികം ഉയർച്ച നേടിയത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാം. വേദി എത്ര ചെറുതായാലും വലുതായാലും ഒരേ ഭാവത്തിൽ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൗമ്യമായ വ്യക്തിത്വം. 1967 ജനുവരി 6-നാണ് തമിഴ്നാട്ടിലെ മദ്രാസിൽ എ.ആർ. റഹ്മാൻ ജനിക്കുന്നത്. അച്ഛൻ ആർ.കെ. ശേഖർ. തമിഴ്, മലയാളം സിനിമകൾക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അമ്മ കസ്തൂരി. മലയാളം, തമിഴ് സിനിമകളിൽ സജീവമായിരുന്നു ആർ.കെ. ശേഖർ. കുഞ്ഞുനാളിൽ പിതാവിനൊപ്പം കീബോർഡ് വായിക്കാൻ പോയിരുന്നതും അദ്ദേഹമായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ പിതാവിന്റെ കുഞ്ഞു സഹായിയായിരുന്നു എ.ആർ. റഹ്മാൻ. ഹിന്ദു മതവിശ്വാസിയായതുകൊണ്ട് തന്നെ എ.ആർ. റഹ്മാന്റെ ആദ്യത്തെ നാമം എന്ന് പറയുന്നത് ദിലീപ് കുമാർ എന്നായിരുന്നു. സംഗീതത്തിൽ സ്വരങ്ങളും മേളങ്ങളും കൊണ്ട് വിസ്മയങ്ങൾ കാണിച്ച റഹ്മാൻ തന്റെ വ്യക്തിജീവിതം നെയ്തെടുത്തിരിക്കുന്നത് തെല്ലൊന്നും വിസ്മയിപ്പിക്കുന്ന കഥയാണ്. കേരളത്തിൽ വേരുകളുള്ള എ.എസ്. ദിലീപ് കുമാർ എന്ന തമിഴ് പയ്യൻ, എ.ആർ. റഹ്മാൻ എന്ന വിശ്വപൗരനായ കഥ. ആ കഥ തുടങ്ങുന്നത് എ.ആർ. റഹ്മാന്റെ കുഞ്ഞുനാൾ മുതലാണ്. 1976-ൽ റഹ്മാന് കേവലം 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു. ആ അപ്രതീക്ഷിത സംഭവം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വല്ലാതെ തളർത്തിക്കളഞ്ഞു. റഹ്മാനും 3 സഹോദരങ്ങളും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു അത്. പിതാവിന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് അവർ ജീവനോപാധി കണ്ടെത്തിയിരുന്നത്. അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയതെന്ന് കണ്ടറിഞ്ഞാണ് റഹ്മാൻ വളർന്നത്. ഹൈസ്കൂൾ പഠനകാലത്ത് കുടുംബത്തെ സഹായിക്കാനായി സ്ഥിരമായി മറ്റു ജോലികൾക്കും റഹ്മാൻ പോയിരുന്നു. എങ്കിലും അമ്മയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞിരുന്ന എ.ആർ. റഹ്മാൻ പത്മശേഷാദ്രി ബാലഭവനത്തിൽ പഠിക്കുന്ന സമയത്താണ് ഇത്തരം ജോലികൾ ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പല ക്ലാസുകളും നഷ്ടപ്പെടുകയും പരീക്ഷയിൽ പരാജയപ്പെടുകയും സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്ന രാജലക്ഷ്മി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അമ്മയെയും വിളിച്ച് ശകാരിക്കുകയുണ്ടായി. തുടർന്ന് എം.സി.എൻ. സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ റഹ്മാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ചേർന്നു. പഠനത്തേക്കാൾ മ്യൂസിക്കിൽ ശ്രദ്ധ പതിപ്പിച്ച എ.ആർ. റഹ്മാൻ സംഗീതപ്രേമം തലയ്ക്ക് പിടിച്ച തന്റെ കോളേജ് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് പഠനം ഉപേക്ഷിച്ച് ഒരു പുതിയ മ്യൂസിക് ബാൻഡിൽ അദ്ദേഹം ചേരുകയാണ്. അങ്ങനെ സംഗീതത്തിന്റെ മേഖലയിൽ കൂടുതൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിന് പഠനവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം പഠനം നിർത്തുവാൻ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം പല മ്യൂസിക് ബാൻഡുകൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. അങ്ങനെ ചെന്നൈ ആസ്ഥാനമാക്കി നെമസിസ് അവന്യൂ എന്നു പേരിലുള്ള ഒരു മ്യൂസിക് ട്രൂപ്പിന് അദ്ദേഹം തുടക്കമിടുകയാണ്. കീബോർഡ്, ഗിത്താർ, ഹാർമോണിയം, സിന്തസൈസർ, പിയാനോ ഇങ്ങനെ പല ഉപകരണത്തിലും അദ്ദേഹത്തിന് പ്രത്യേക പ്രാവീണ്യമുണ്ട്. മാസ്റ്റർ ധൻരാജിന് കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംഗീത പരിശീലനം ഉണ്ടായിരുന്നത്. ശേഷം 11 വയസ്സു മുതൽ തന്നെ തന്റെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്ന അർജുനൻ മാസ്റ്റർക്കൊപ്പം ഓർക്കസ്ട്ര ചെയ്യാൻ ആരംഭിച്ച റഹ്മാൻ കാരിയറിന്റെ തുടക്കത്തിൽ തന്നെ എം.എസ്. വിശ്വനാഥൻ, ഇളയരാജ, രമേശ് നായിഡു എന്നിവർക്കൊപ്പമെല്ലാം പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ഇതിനെല്ലാം പുറമെ തന്റെ കോളേജ് പഠനത്തിന് ശേഷം ലണ്ടനിലെ ട്രിനിറ്റി സംഗീത കോളേജിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിക്കുകയും അവിടെ നിന്നും പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം ലഭിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിൽ പ്രമുഖ ടെലിവിഷൻ ചാനലുകൾക്ക് ജിംഗിൾസ് ചെയ്തും ടൈറ്റൻ വാച്ചുകൾ ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾക്കായി മ്യൂസിക് ഒരുക്കുകയും റഹ്മാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന അമ്മ ആദ്യകാലം മുതൽക്ക് തന്നെ സ്പിരിച്വലായിരുന്നുവെന്നും തങ്ങളുടെ വീട്ടിൽ ഹിന്ദു ദൈവങ്ങൾക്കൊപ്പം മക്ക മദീനയുടെ ഒരു ചിത്രവും ഹോളി മേരിയുടെ ചിത്രവും ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നുവെന്നും റഹ്മാൻ സാക്ഷ്യപ്പെടുത്തുന്നു.
1976 തൻ്റെ പിതാവ് മരിച്ച ശേഷം തങ്ങൾക്ക് മുൻ പരിചയമുള്ള സൂഫിവര്യനാണ് കുടുംബത്തിന് കരുത്തു പകർന്നതും തങ്ങൾക്ക് താങ്ങായിരുന്നതും. റഹ്മാന്റെ അമ്മയ്ക്ക് പിതൃതുല്യനായിരുന്നു അദ്ദേഹം. അനുജത്തിക്ക് കഠിനമായ അസുഖം വന്ന സമയത്തും മറ്റും കുടുംബം അതിജീവിച്ചത് അദ്ദേഹത്തിൻ്റെ കരുത്തിലായിരുന്നു. ദരിദ്രനായാലും ധനികനായാലും വിജയത്തിലും പരാജയത്തിലും ഒരേ മനസ്സോടെ അതിജീവിക്കാൻ കുടുംബത്തിന് തണലായത് അദ്ദേഹമായിരുന്നു. ഒപ്പം സൂഫിസത്തിൻ്റെ ആത്മീയ അടിത്തറ റഹ്മാനെയും കുടുംബത്തെയും സ്വാധീനിച്ചത് ഇതേ കാലത്തായിരുന്നു. എന്നാൽ ഒരിക്കലും ആത്മീയ ഗുരുവായ ആ സൂഫിവര്യൻ തങ്ങളെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ടില്ലെന്നും സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ വഴിയെന്നും റഹ്മാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ 1989 കുടുംബം ഇസ്ലാം സൂഫിസത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. തൻ്റെ 23-ാമത്തെ വയസ്സിൽ AR റഹ്മാൻ, അതായത് ദിലീപ് കുമാർ അല്ലാറക്ക എന്ന AR റഹ്മാനിലേക്കും തൻ്റെ അമ്മ കസ്തൂരി കരീമയിലേക്കുമാണ് പേര് മാറ്റുന്നത്. എന്നാൽ ദിലീപ് കുമാർ എന്ന പേര് താൻ മാറ്റിയതിന് പിന്നിലെ കഥ മറ്റൊന്നാണെന്ന് റഹ്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദിലീപ് കുമാർ എന്ന തൻ്റെ പേര് മാറ്റണമെന്ന ചിന്ത റഹ്മാന് മുമ്പേ മുതലേ ഉണ്ടായിരുന്നു. അത് തൻ്റെ പേരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ടല്ലെന്നും ഇമേജിന് അത് ചേരില്ലെന്നും എന്ന തോന്നൽ കൊണ്ടാണെന്നും അദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദു ജ്യോതിഷിയാണ് റഹ്മാനെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ റഹീം എന്നീ 2 പേരുകൾ നിർദ്ദേശിച്ചത്. റഹ്മാന് പേര് ഇഷ്ടമായി. എന്നാൽ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ദൈവത്തിനാൽ സംരക്ഷിക്കപ്പെടുന്നവൻ എന്നർത്ഥം വരുന്ന അല്ലാറക്ക എന്ന പേര് ആദ്യം ചേർത്തത്. അങ്ങനെ അല്ലാറക്ക റഹ്മാൻ എന്ന ലോകം അറിയുന്ന പേരിൻ്റെ പിറവിയായി. തൻ്റെ ഇസ്ലാം പേര് ഒരു ഹിന്ദു ആസ്ട്രോളജറുടെ സംഭാവനയാണെന്ന് റഹ്മാൻ തന്നെ പറയാറുണ്ട്. 1992 തൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് പഞ്ചത്താം സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്ക് ആരംഭം കൊടുക്കുകയാണ് AR റഹ്മാൻ. പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോയായിട്ട് ഈ പഞ്ചത്താൻ മാറുന്നുണ്ട്. ചെന്നൈയിലെ കോടമ്പക്കം എന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയാണ് ഈ ഒരു സ്റ്റുഡിയോ അറിയപ്പെടുന്നത്. 1992 റഹ്മാൻ്റെ കരിയറിലെ വലിയൊരു ബ്രേക്ക് സംഭവിക്കുന്നത്. മണിരത്നം തൻ്റെ റോജ എന്ന സിനിമയുടെ സംഗീതം ചെയ്യാൻ റഹ്മാനെ സമീപിച്ചു. ഇതിലെ പാട്ടുകൾ വൻ കൊമേഴ്സ്യൽ ഹിറ്റായി. ഒപ്പം വൻതോതിലുള്ള നിരൂപക പ്രശംസയും റഹ്മാനെ നേടിക്കൊടുത്തു. അങ്ങനെ തൻ്റെ 25-ാം വയസ്സിൽ റോജയുടെ ഗാനങ്ങൾക്ക് നാഷണൽ ഫിലിം അവാർഡ്സും റഹ്മാനെ തേടി വന്നു. അതും തൻ്റെ ആദ്യ സിനിമയ്ക്ക് തന്നെ. റോജയ്ക്ക് ശേഷം സന്തോഷ് ശിവൻ്റെ മലയാളം സിനിമയായ യോധയിൽ സംഗീതം നൽകി. പിന്നീട് കരിയറിൽ റഹ്മാൻ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. 2005 AR റഹ്മാൻ പഞ്ചത്താം സ്റ്റുഡിയോ ഒന്നുകൂടി വിപുലീകരിച്ച് കൊണ്ട് AM സ്റ്റുഡിയോസ് എന്ന പേരിൽ പുനരാരംഭിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമ സംഗീതം ഇന്നോളം കേട്ട് പഴകിയ സംഗീതത്തിനപ്പുറം പുതുമയുടെ പുതുവഴികൾ തുറക്കുകയായിരുന്നു റഹ്മാൻ. നാഷണൽ, ഇൻ്റർനാഷണൽ അവാർഡുകൾ തുടങ്ങി അക്കാദമി അവാർഡ് വരെ സ്വന്തമാക്കിയ ജൈത്രയാത്ര ഓരോ ഇന്ത്യക്കാരനും പരിചിതമാണ്. റഹ്മാൻ്റെ വിവാഹവും അല്പം വിചിത്രമായിരുന്നു. 90കളുടെ മധ്യത്തിൽ അമ്മ മകന് ചേർന്ന പെൺകുട്ടിയെ തിരഞ്ഞു തുടങ്ങി. 3 ഡിമാൻഡുകളായിരുന്നു റഹ്മാനുണ്ടായിരുന്നത്. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയായിരിക്കണം, സാമാന്യം സൗന്ദര്യമുണ്ടാവണം, ദയയുള്ളവളായിരിക്കണം. ആദ്യം 2ഉം ഓക്കെ. എന്നാൽ 3ാമത്തെ ഡിമാൻഡായ ദയയുള്ള പെൺകുട്ടിയെ തേടി അമ്മ കുറേ അന്വേഷണങ്ങൾ നടത്തി. ഒരിക്കൽ പള്ളിയിൽ വെച്ച് ഇഷ്ടമായ ഒരു പെൺകുട്ടിയെ മകനു വേണ്ടി കണ്ടെത്തി. മെഹ്റ എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ വിലാസം തപ്പിയെടുത്ത് വീട്ടിലെത്തിയ അമ്മ പെണ്ണാലോചിച്ചപ്പോൾ ചെന്നൈ സ്വദേശിയായ ബിസിനസ്സുകാരൻ്റെ മകൾ. എന്നാൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, തൻ്റെ ഇളയ മകളാണ് മെഹ്റ, മൂത്തവൾ സൈറ. അവളുടെ വിവാഹം നടത്തിയിട്ടേ മെഹറിൻ്റേത് ആലോചിക്കുകയുള്ളൂ. അങ്ങനെയാണ് അമ്മ സൈറയെ കാണുന്നത്. തൻ്റെ മകന് അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് സൈറ എന്ന് ആദ്യ കണ്ട മാത്രയിൽ ഇടപഴകിയപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് റഹ്മാൻ്റെ ആ വിവാഹം നടക്കുന്നത്. 3 മക്കളാണ് റഹ്മാന്: റഹീമ, ഖദീജ, അമീൻ. കരളുറപ്പുകൊണ്ടും മനക്കരുത്തുകൊണ്ടും ഇവിടെ വരെ എത്തിയ ആളാണ് റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ 10 മികച്ച ഗാനങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. എങ്കിലും എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള, എൻ്റെ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ
എന്നെ സൊല്ലപ്പോകിറേ കാതൽ സടുകുടു സ്നേഹിതനെ കാற்றേ എൻ വാസൽ കണ്ടുകൊണ്ടേൻ നദിയേ നദിയേ ശ്വാസമേ ഉദയ ഉദയ അഴകേ സുഖമാ നെന്തുക്കിട്ടേൻ എന്നിവയാണവ. ഇനിയും തൻ്റെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.